അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. ദൈവത്തിന് സ്തോത്രം. നാം അധിവസിക്കുന്ന ദേശത്തിനു വേണ്ടി ആത്മഭാരത്തോടെ ദേശത്തിലുള്ള ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗാണ് നാഷണൽ പ്രയർ കോൺഫറൻസ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുക: നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. ഈ കാലഘട്ടത്തിൽ ആത്മഭാരത്തോടെ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കുക എന്നതാണ് ഈ കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യനായ കർത്താവിന്റെ ദാസൻ ബാബു ചെറിയാൻ പാസ്റ്ററും ഈ ദിവസങ്ങളിൽ അനേക പ്രാർത്ഥനാ സമ്മേളനങ്ങൾ ക്രമീകരിക്കപ്പെടുകയും ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന പാസ്റ്റർ ബിജി അഞ്ചലും, ക്യാൻസർ രോഗം വന്ന് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ കർത്താവിന്റെ ദാസൻ ചിക്കു കുര്യാക്കോസ് വർഷിപ്പിന് നേതൃത്വം കൊടുക്കുകയും ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ ഡോക്ടർ ബ്ലസ്സൻ മേമന അനേക അനുഭവത്തിന്റെ ഗാനങ്ങൾ രചിക്കുകയും പാടുകയും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രിയ ബ്ലസ്സൻ മേമന വർഷിപ്പ് ലീഡ് ചെയ്യുകയും ഈ UAE-യിൽ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജയലാൽ ലോറൻസും വർഷിപ്പിന് നേതൃത്വം കൊടുക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ദൈവിക സന്ദേശങ്ങൾ ഈ മീറ്റിംഗിൽ കടന്നു വന്ന ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമായി മാറി. അനേകർ രോഗികൾ സൗഖ്യമാകുന്നതും അനേകർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതും അനേകർ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുന്നതും കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും നടക്കുന്ന സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിലാണ് ദൈവം ഇങ്ങനെ ഒരു ആലോചന തന്നത്. പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥനയുടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. മാത്രമല്ല ഈ മീറ്റിംഗിന്റെ CD DVD കാണുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിപ്പാനിടയാകും. ഈ DVD കാണുന്ന നിങ്ങളിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ തന്നെ ഉടലെടുക്കും. ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് നിങ്ങളിലേക്ക് പകരപ്പെടുവാനിടയാകും. ഈ DVD കാണുമ്പോൾ തന്നെ അനേക രോഗികൾ സൗഖ്യമാകും, അനേകർ യേശുവിനെ അറിയുവാനിടയാകും, അനേകർ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുക തന്നെ ചെയ്യും. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും യൂണിയൻ ചർച്ച് ഹാൾ നമ്പർ 9-ൽ വെച്ച് ഈ ദേശത്തിലെ ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ചുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. അതിലും തുടർന്ന് നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭാവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാദാനം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭാവങ്ങൾക്കും എന്നെ
നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകൾ പനിനീർപ്പൂവോ ശോധനയിൽ ചൂളയിൽ പൊന്നുപോലെ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ ശോധനയിൽ ചൂളയിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. നമ്മൾ കണ്ണുകളടച്ച് തമ്പുരാന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഹോളിനുള്ളിൽ ഈ പടി ചവിട്ടി ഇതിനുള്ളിൽ കടന്നു വന്ന ഓരോ വ്യക്തികളുടെയും ചാരത്ത് എത്രയും അടുത്ത് നിൽക്കാമോ അത്രയും അടുത്ത് നിന്ന് സ്വർഗം നിങ്ങളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സാന്നിധ്യം നിങ്ങളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അവൻ്റെ സാന്നിധ്യം അത് ചിലരുടെ മനസ്സിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുക. അവൻ്റെ കരം മറ്റു ചിലരുടെ ബുദ്ധി മണ്ഡലങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. ചിലർക്ക് സ്പർശനം ആവശ്യമുള്ളത് അവരുടെ ഹൃദയത്തിലാണ്. തമ്പുരാൻ തൊട്ടുകൊണ്ടിരിക്കുക. അവൻ മുറിവുകളെ കെട്ടുന്ന തമ്പുരാനാണ്. കണ്ണുകളടച്ച് നിങ്ങളതൊന്ന് മനസ്സിലാക്കിയായിട്ട് തമ്പുരാൻ നിങ്ങളെ തൊടുന്ന അവൻ്റെ നല്ല സ്പർശനം. ചിലരിന്ന് രോഗസൗഖ്യത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും പുറത്തു പറയുവാൻ കഴിയാതെ വിഷമത്തോടെ ഇവിടെ ഇരിക്കുന്ന പ്രിയ മകളെ, തമ്പുരാന്റെ കരം നിന്റെ മേൽ. നിനക്ക് ഇന്ന് ആവശ്യമുള്ളത് അവൻ്റെ സാന്നിധ്യമാണ്. അവൻ്റെ തേജസ് ഇവിടെ ഉണ്ടെങ്കിൽ അവൻ നിന്നെ തൊടുമ്പോൾ നീ നനയ്ക്കാതെ, നീ ചോദിക്കാതെ തമ്പുരാൻ എൻ്റെ അടുത്തുണ്ടെന്ന് ബോധമുള്ളവര്
ബഹുമാനത്തോടെ എഴുന്നേറ്റാട്ടെ. ബഹുമാനം കളയാതെ എഴുന്നേറ്റാട്ടെ. തമ്പുരാന്റെ കരം തേജസ് ഈ ഹോളിനെ വന്ന് മൂടുന്നു. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനം. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാനിടയായി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയിടയാ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ ശോധനയിൽ ചൂളയിൽ പൊന്നുപോലെ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും അപ്പാ നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ പ്രിയ കർത്താവെ, ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ വചനങ്ങൾക്കായി, ദൂതുകൾക്കായി, ഗാനങ്ങൾക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സുഖം യഥാർത്ഥത്തിൽ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. പിന്നെയും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം.
ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നദ്ധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോട് കൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിനെ യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കുമെന്ന് അരുളിച്ചെയ്തു. പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ? 5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന്, 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളിച്ചെയ്തു. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു. പക്ഷേ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന്, ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളിച്ചെയ്തു. അതിനവൻ, ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുതേ. പക്ഷെ 30 പേരെ അവിടെ കണ്ടാലോ? ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കുകയില്ല എന്നവൻ അരുളിച്ചെയ്തു. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. പക്ഷേ 20 പേരെ അവിടെ കണ്ടാലോ എന്നവൻ പറഞ്ഞതിന്, ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളിച്ചെയ്തു. അപ്പോൾ അവൻ, കർത്താവ് കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും. പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്നവൻ അരുളിച്ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി. അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വേദപുസ്തകത്തിലെ അതിമനോഹരമായ ഒരു ഭാഗമാണ് ഇത്. ദൈവത്തിൻ്റെ മഹത്തായ ഒരു പ്രത്യക്ഷതയാണ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്. അനന്തരം യഹോവ അവനെ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. 18-1. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ വചനം എല്ലാവരും ഒരുപോലെ പഠിക്കുന്നില്ല. എല്ലാവർക്കും അതിന് സമയമില്ല, കഴിവില്ല. എല്ലാവരും ഒരേ ആത്മീയ വളർച്ചയുള്ളവരും ഒരുപോലെ വെളിപ്പാടുള്ളവരുമല്ല. പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നവരും ബൈബിൾ വായിക്കാനൊക്കെ തുടങ്ങിയവരും പ്രാർത്ഥിക്കാനൊക്കെ പരിചയിച്ച് വരുന്നവരുമൊക്കെ നമ്മുടെ കൂട്ടങ്ങളിലുണ്ട്. മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. നന്നായി മനസ്സിലാക്കുന്ന ആളുകൾ ഇച്ചിരി ബോറടിക്കും എങ്കിലും ഒട്ടും മനസ്സിലാകാത്ത ആളുകളെ ഉദ്ദേശിച്ച് സംസാരിക്കുവാനാണ് എൻ്റെ നിയോഗം. ദൈവത്തിൻ്റെ പ്രത്യക്ഷത പല വിധത്തിലുണ്ട്. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷതയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ വിവരിക്കുന്നു. അവിടെ ഒരു തീയാണ് കണ്ടത്. തീ
അവിടെ ദൈവത്തെ കണ്ടില്ല. ആ തീ പ്രത്യേകതയുള്ള തീയാണ്. അത് എന്തിനകത്ത് കത്തുന്നോ ആ കത്തുന്ന സാധനത്തെ അത് ദഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോൾ മോശ അടുത്ത് ചെന്നു ഇതെന്താണെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് ദൈവം അവനോട് സംസാരിച്ചു. അപ്പോൾ ദൈവം തീയാണോ എന്ന് ചോദിക്കരുത്. ദൈവത്തിന് എവിടെയും പ്രത്യക്ഷപ്പെടാം, എങ്ങനെയും പ്രത്യക്ഷപ്പെടാം. ഇതുപോലെ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷത നോക്കൂ. 18:1. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനായി. അപ്പം വ്യക്തമാണ്, ദൈവപ്രത്യക്ഷതയാണ്. അടുത്ത വാചകം, വെയിലുറച്ചപ്പോൾ അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അപ്പം ദൈവപ്രത്യക്ഷത ഇവിടെ 3 മനുഷ്യരുടെ രൂപത്തിലാണ്. അതും സ്ത്രീ രൂപത്തിലല്ല, 3 പുരുഷന്മാരുടെ രൂപത്തിലാണ്. അപ്പോൾ ഉടനെ ദൈവം പുരുഷനാണോ എന്ന് ചോദിച്ചാൽ ചോദിക്കരുത്. നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാൾ വലിയവനാണ് ദൈവം. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ വലിയവനാണ് ദൈവം. ദൈവം അത്രമാത്രം വലിയവനാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അപ്പോൾ പിന്നെ ഇതൊന്നും ദൈവമല്ല, ഇതൊക്കെ ദൈവം അനുവദിച്ച ചില പ്രത്യക്ഷതകളാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന് വളരെ കൃത്യമായിട്ട് യോശേഷത്തിൽ എഴുതിയിരിക്കുമ്പോൾ അതൊരു ആധികാരിക പ്രസ്താവനയാണ്. പിന്നെ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് ദൈവം ഓരോരുത്തർക്ക് അനുവദിച്ച പ്രത്യക്ഷതകളാണ്. പ്രത്യക്ഷതകൾ ദൈവത്തിന് എങ്ങനെ വേണേലും പ്രത്യക്ഷപ്പെടാം. മേഘത്തിൽ പ്രത്യക്ഷപ്പെടാം, തീയിൽ പ്രത്യക്ഷപ്പെടാം. ഇവിടെ ഇതാ 3 പുരുഷന്മാർ. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ബൈബിളിൽ വിവരിച്ചിട്ടില്ല. ആരാണ് ഈ പുരുഷന്മാർ, അവരുടെ ഷേപ്പ് എന്താണ്, അവരുടെ ഡ്രസ്സ് എന്താണ്, ഒന്നും അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷത ഇവിടെ എഴുതിയിരിക്കുന്നത് 3 പുരുഷന്മാരുടെ രൂപത്തിലാണ്. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്നവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. ആ പേജ് മറിക്കാതെ എബ്രായ ലേഖനത്തിലോട്ടൊന്ന് ഓടി വരാമെങ്കിൽ വേദപുസ്തകത്തിലെ ഒരു അത്ഭുതം കാണിക്കാം. പുതുതായിട്ട് വേദപുസ്തകം പഠിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞല്ലോ. എബ്രായർ 13:1 സഹോദരപ്രീതി നിലനിൽക്കട്ടെ. എബ്രായർ 13:1 പേജ് നമ്പർ 233. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഇത് ഉൽപ്പത്തി 18 കാര്യമാണ്. മനസ്സിലായോ? സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചത് അബ്രഹാമാണ്. കാരണം അബ്രഹാം കണ്ടത് ദൈവദൂതന്മാരെയല്ല, 3 പുരുഷന്മാരെയാണ്. അതെല്ലാം കഴിഞ്ഞും അബ്രഹാം അല്ല ഇത് എഴുതിയത് കേട്ടോ. അബ്രഹാം അല്ല ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞ് ദൈവിക വെളിപ്പാടിലൂടെ മോശയാണിത് എഴുതിയത്. അപ്പം ദൈവപ്രത്യക്ഷതയാണെന്ന് അബ്രഹാമിന് അറിയില്ല. അബ്രഹാമിൻ്റെ വീട്ടിലോട്ട് 3 ചെറുപ്പക്കാർ കയറി വരികയാണ്. അവരെ കണ്ടുകൊണ്ട് അബ്രഹാം ഓടിച്ചെല്ലുകയാണ്. ഇവിടെ ഒരു നല്ല സ്വഭാവം, അനുകരിക്കാൻ കൊള്ളാവുന്നൊരു നല്ല സ്വഭാവമുണ്ട്. വേണമെങ്കിൽ അനുകരിക്കാം. ഒരാളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഒരാളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഒരാളെ എങ്ങനെയാണ് വീട്ടിലോട്ട് ക്ഷണിക്കേണ്ടത്. ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യമല്ല കേട്ടോ, ഞങ്ങൾക്ക് സമയമില്ല. പൊതുവെ ഒരു മാനർ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അബ്രഹാം അവരെ കണ്ടപ്പോൾ ഓടിച്ചെന്നു. ഓടാനുള്ള ശാരീരിക ബലം ഇല്ലെങ്കിൽ ഓടണ്ട, നടന്നു ചെന്നാലും മതി. എന്നാൽ ആ ഓടിച്ചെന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ മനസ്സാണ് നമ്മൾ കാണുന്നത്. നിലം വരെ കുനിഞ്ഞ്
ഈ പൊക്കമുള്ളവർക്കേ കുനിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് വേറൊരർത്ഥത്തിലാണ്. ഉയർന്നവന് മാത്രമേ താഴാനും പറ്റുള്ളൂ. ചിലർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് കാശൊന്നും വേണ്ട. ഇപ്പോൾ ഈ ഉള്ളതൊക്കെ മതി. എനിക്ക് പലരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ആവശ്യത്തിലുള്ള അഹങ്കാരമുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അബ്രഹാം എന്ന് പറയുന്ന ആളുടെ അത്രയും സൗകര്യമുള്ളവരാരും ഇപ്പം ഇവിടെ ഇല്ല. ഇവിടെയുള്ള ഒരൊറ്റ വിശ്വാസിയില്ലെന്ന് ഞാൻ തീർത്ത് പറയുന്നു. അബ്രഹാമിൻ്റെ അത്രയും ചുറ്റുപാടുള്ള ഒറ്റ വിശ്വാസി ഇപ്പം നമ്മുടെ ദേശത്തില്ല. ആ പുള്ളിയായി ഓടുന്നത് കുനിയുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എളിമ, വിനയം എന്നൊക്കെ പറയുന്നത് അഭിനയിച്ചതുകൊണ്ട് കാര്യമില്ല. അത് ഒറിജിനലായിട്ട് നമ്മിൽ വളർത്തിയെടുക്കണം. അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. താഴ്മയുള്ളവർക്ക് അവൻ ധാരാളം കൃപ നൽകും. അബ്രഹാം നിലം വരെ കുനിഞ്ഞു, യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. ഇതൊക്കെ വായിക്കുമ്പം നമ്മളിത് വായിക്കുമ്പം ദൈവത്തെയാണെന്നുള്ള മനസ്സിലാണ് വായിക്കുന്നത്. എബ്രായർ 13:1 വായിച്ചാലേ ഇതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാവുള്ളൂ. ഇത് അദ്ദേഹം ഒരു 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 മാന്യനായ മനുഷ്യൻ എന്ന നിലയിലാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പിൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. ഒരു മുറി അപ്പം എന്ന് പറയുന്നത് 3 ഇടങ്ങഴി മാവിൻ്റെ അപ്പത്തെക്കുറിച്ചായി ഒരു മുറി അപ്പം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിനയത്തെ കാണിക്കുകയാണ്. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നതെന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്നവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ചപ്പം ഉണ്ടാക്കുക. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്കറിയാം, 3 ഗസ്റ്റ് വന്നാൽ എത്ര ഇടങ്ങഴി മാവ് വേണം ദോശ ഉണ്ടാക്കാൻ. 1 ഇടങ്ങഴി മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയാൽ എത്ര ദോശ ഉണ്ടാക്കാം? 50 എണ്ണം ഉണ്ടാക്കാമോ? പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട, 25 എണ്ണം പറ്റുമോ? പറ്റും. 20 എണ്ണം പറ്റുമോ? പറ്റും. ഒരാൾ എത്ര എണ്ണം തിന്നും? പണ്ടത്തെ ആൾക്കാർ എത്ര തിന്നുമെന്ന് അറിയാൻ വേല. നമുക്കൊരു 4 വെച്ചം കൂട്ടാം, 5 വെച്ചം കൂട്ടാം. 15 ദോശയുടെ കാര്യമേ ഉള്ളൂ. 1 ഇടങ്ങഴി മാവ് കൊണ്ടുണ്ടാക്കിയാൽ ബാക്കി വരും. പിന്നെ അത് ഫ്രീസറിൽ കയറ്റണം. ആ സ്ഥലത്താണ് ഈ പുള്ളി 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ചോളാൻ പറഞ്ഞത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് നമ്മൾ കാണുന്നത്. മനസ്സ്. പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ചു. ഒരു കോഴിയല്ലെന്ന് ഓർക്കണം, ഒരു കാള. ഒരു കാളക്കുട്ടിയെ പിടിച്ചു. ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ, ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വാക്ക് അവിടെയുണ്ട്, ക്ഷണത്തിൽ പാകം ചെയ്തു. ഞാനിതിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ആ വീടിനെക്കുറിച്ചൊരു ചിത്രം കിട്ടാനാണ്. ഒരു കാളയെ ശരിയാക്കാൻ കഴിയുന്ന എത്ര പേര് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്? കാളെ കണ്ട സ്ഥലം വിടും. കോഴിയാണെങ്കിലും ഡ്രസ്സ് ചെയ്തതേ നമ്മൾ മേടിക്കുകയുള്ളൂ. അവിടെ നിന്നൊക്കെ പോയി ഇപ്പം നുറുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വല്ല പൊടിയും കലക്കി അതിലോട്ട് ഇട്ടാൽ മതി. ഇനി ആ കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ മേടിക്കുന്നത്. ഇവിടെ അബ്രഹാം ഒരു കാളയാണ് പിടിച്ചു കൊടുത്തത്, കോഴിയെ അല്ല. സെക്കൻഡ് വെച്ച് അയാൾ അതിനെ പല പല പീസാക്കി വിവിധ തരത്തിൽ കറി വെക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഇത് മനസ്സിലാക്കണം, ഇവിടെ ഇതത്ര പുത്തരിയല്ല. ഈ 3 പേര് കഴിച്ചു കഴിഞ്ഞ് ബാക്കി കഴിക്കാൻ ആളുണ്ട് അവിടെ. കുറഞ്ഞതൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലെവലാണ് ഈ പാവപ്പെട്ടവൻ്റെ വീട്. കൂടാരം എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലെ ചിന്ത മാറണം.
ഒരു കാള, അതൊക്കെ പെട്ടെന്ന് വെട്ടി നുറുക്കാൻ പറ്റിയ ടൂൾസ് ഉണ്ട്, കത്തിയുണ്ട്, ടേബിളുണ്ട്, ഇതിൻ്റെ പണി അറിയാവുന്ന വിദഗ്ധന്മാരവിടെയുണ്ട്, ആവശ്യത്തിന് കാളയുമുണ്ട്, വല്ലതും നന്നായിട്ട് കഴിക്കുന്നവരുമാണ്. കേരളത്തിൽ കിട്ടുന്ന സൈസ് കാളയും അല്ല. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ അബ്രഹാം ആരാണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അവൻ കുനിഞ്ഞു എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. ഇത് വല്ലതും ഈ അടുത്ത കാലത്ത് 4 പുത്തൻ കണ്ടു കഴിയുമ്പോൾ ഭയങ്കരമായ നിഗളവും അഹങ്കാരവുമൊക്കെ ആളുകൾക്ക് വന്നുകൂടുന്നത് കഷ്ടകാലം എന്നോർത്താൽ മതി. കഷ്ടകാലം എന്നോർത്താൽ മതി. വിനയവും താഴ്മയും ഉള്ളവരായി തീരുവാൻ ഓരോ ദിവസം കഴിയും തോറും നമുക്കിടയാകട്ടെ. ഓരോ മീറ്റിംഗ് കഴിയും തോറും, ഓരോ സഭായോഗം കഴിയും തോറും, ഓരോ ഉപവാസ പ്രാർത്ഥന കഴിയും തോറും താഴ്മയുള്ളവരായി, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായി, വിട്ടുവീഴ്ച ചെയ്യുന്നവരായി, നഷ്ടം സഹിക്കുന്നവരായി, തോട്ടം വെക്കുന്നവരായി തീരുവാൻ ഈ പുസ്തകം ചുമക്കുന്ന നമുക്ക് ഇടയാകട്ടെ. ഈ പുസ്തകം ചുമക്കുകയും ഈ പുസ്തകത്തിനു വേണ്ടി വീറോടെ സംസാരിക്കുകയും ചെയ്യുന്നവർ വിട്ടുവീഴ്ച മനോഭാവമില്ലാത്തവരായി കാണുന്നത് എത്ര ക്രൂരമാണ്. വിട്ടുവീഴ്ചയില്ലാത്തവരായി തീരുന്നത് എത്ര ഭയങ്കരമാണ്. താഴ്മയില്ലാത്തവരായി, വിനയമില്ലാത്തവരായി തീരുന്നത് കാണുമ്പോൾ ഓർത്തോണം, അവരെന്താ അങ്ങനെ പ്രവർത്തിച്ചു. ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തകനും കൂടെ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലം മറന്നുപോയി, മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഉള്ള 1-2 പേരുടെ അവർ ബിഹേവ് ചെയ്തത് ഇദ്ദേഹത്തിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവരുടെ ഇരിപ്പും അവരുടെ പെരുമാറ്റവും സംസാരവും എൻ്റെ സഹപ്രവർത്തകനെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം പുതുതായിട്ട് വന്നയാളാണ്. എന്നെ വേദനിപ്പിച്ചില്ല, കാരണം ഞാനത് സ്ഥിരം കാണുന്നതാണ്. ഞാനത് പ്രതീക്ഷിച്ചാണ് പോണേ. എൻ്റെ സഹപ്രവർത്തകൻ്റെ മുഖം വാടുന്നതും പുള്ളിക്ക് ഭക്ഷണം കഴിക്കാൻ മേലാതെ ആകുന്നതും ഒക്കെ ഞാൻ കണ്ടു. ഉച്ചയ്ക്ക് വിശ്രമിക്കാൻ നേരത്തെ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഓ, ഒന്നും പറ്റിയില്ല. എന്തു പറ്റി? എന്താ പാസ്റ്റർ ഇവരൊക്കെ ഇങ്ങനെയാകുന്നേ? നമ്മൾ കണ്ട കർത്താവിനെയല്ലേ ഇവരും കണ്ടത്? നമ്മൾ പഠിക്കുന്ന പുസ്തകമല്ലേ ഇവരും പഠിക്കുന്നത്? എന്താ ഇവർക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചേ? ഇത്ര തലക്കനമായത് എന്താ? ഞാൻ ഒരു സ്റ്റോറി പറയാൻ ശ്രദ്ധിച്ചു കേട്ടോണമെന്ന് പറഞ്ഞു. തലക്കനം കാണിച്ചു എന്ന് ഇദ്ദേഹം പറഞ്ഞ ആളുടെ സ്റ്റോറി ഞാൻ അങ്ങ് പറഞ്ഞു. അദ്ദേഹം 35 കൊല്ലം മുമ്പ് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചതും പട്ടിണി കിടന്നതും നിന്ദിതനായതും വീട് വിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചതും എല്ലാം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അയ്യോ എന്നാൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചതിന് പുള്ളിയോട് പോയി ക്ഷമ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ട, പറയാൻ വരട്ടെ. ഇപ്പം ഇതിൽ നിന്ന് ബ്രദർ എന്തു പഠിച്ചു? ബ്രദർ ഒന്നും പഠിച്ചില്ല. പഠിക്കേണ്ടതെന്നാന്ന് ഞാൻ പറയാം. ബ്രദർ ഇന്ന് വിശ്വാസത്തിലേക്ക് കാലുവെച്ചേ ഉള്ളൂ. ഇന്ന് ബ്രദർ ആയിരിക്കുന്നതിനേക്കാൾ വളരെ നല്ല സ്റ്റെപ്പായിരുന്നു അന്ന് അവർ വെച്ചത്. എന്നിട്ട് അവർ ഈ കോലത്തിലായെങ്കിൽ ബ്രദർ ഏത് കോലത്തിലാകും? എന്ന് ചിന്തിച്ചാൽ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു തന്നതിന് വളരെ നന്ദി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്കങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. സംഭവിച്ചു തുടങ്ങി, അതാ അങ്ങനെ പറയാൻ കാര്യം. എല്ലാവരും നന്നായിട്ട് ആരംഭിച്ചതാ, എല്ലാവരും നല്ല ലക്ഷ്യത്തിലാണ് തുടങ്ങിയത്. ഒരു സഹോദരൻ എൻ്റെ ചർച്ചിലേക്ക് വന്നു പുതുതായിട്ട്. 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയിൽ എഴുന്നേറ്റ് പ്രബോധനം പറഞ്ഞു, സഹോദരന്മാരെ നമ്മളിങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ. അപ്പോൾ അവിടെ പ്രായമുള്ളൊരു സഹോദരൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ ഇങ്ങനെയും ഇരിക്കുന്നുണ്ടല്ലോ നോർക്ക്. ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരെന്ന് പറഞ്ഞ് സഹോദരനെ ഇപ്പം കാണുന്നില്ല കുറച്ച് നാളായിട്ട്. വളരെ നല്ല ആരംഭങ്ങളാണ് പലർക്കും. പക്ഷെ ജീവിതത്തെ ഉടയ്ക്കുവാൻ, തകർക്കുവാൻ, ഈ വായിക്കുന്ന വാക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ വളയ്ക്കാൻ
സ്വയം മനസ്സ് വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുരിശും തൊട്ടിയെ ശാസിച്ചാൽ പോരാ, നമ്മുടെ അകത്തിരിക്കുന്ന സാധനങ്ങളെ ശാസിക്കണം എന്ന സംഗതികൾ എത്ര നല്ല ദൂതാകട്ടെ. നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ഇത്ര നല്ലൊരു ബുക്ക് ലോകത്തിലില്ല. മനുഷ്യനെ മാറ്റാൻ പറ്റിയ ബുക്ക് ഇതാ. ഇത് ചുമക്കുന്നവന് മാറ്റമില്ലെങ്കിൽ ഇവൻ ഈ പുസ്തകം താഴെ വെക്കണം. ഇത് പ്രസംഗിക്കാനുള്ള ബുക്കല്ല, ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ബുക്കാണ്. സ്തോത്രം. അബ്രഹാം എന്ന സൗകര്യത്തിൽ ജീവിച്ചവനാ. അബ്രഹാമിൻ്റെ കായിക ബലമൊക്കെ കാണണമെങ്കിൽ അടുത്ത പേജൊക്കെ വായിച്ചു നോക്കണം. ആ നാട്ടിലുള്ള വൻകിട ആളുകളൊക്കെ, വലിയ കരാട്ടക്കാരൊക്കെ, വലിയ ഗുസ്തിക്കാരൊക്കെ അബ്രഹാമിൻ്റെ നേരെ നിൽക്കത്തില്ലായിരുന്നു. അത്ര കായിക ബലമുള്ളവനും സാമ്പത്തിക ഭദ്രതയുള്ളവനും എല്ലാമായിരുന്നു അബ്രഹാം. മാന്യനായിരുന്നു. പഴയ നിയമമാണ്, പുതിയ നിയമമല്ല. ഈ മനുഷ്യൻ എത്ര താഴ്മയോടെ, എത്ര വിനയത്തോടെയാണ് ഈ 3 പുരുഷന്മാരെ സ്വീകരിച്ചത്. ആ 3 പുരുഷന്മാരിലൂടെയാണ് വീട്ടിലേക്ക് അനുഗ്രഹം വരാൻ പോണതെന്ന് അയാൾ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തത്, അറിയാതെ അത് ചെയ്തു. ദൈവം അറിഞ്ഞങ്ങ് അനുഗ്രഹിച്ചു. വർഷങ്ങളായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ഇവർ കൊണ്ടുവരിക ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്നിടത്തായിരിക്കും വിടുതൽ. നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്നിടത്തായിരിക്കും പ്രാർത്ഥനയുടെ മറുപടി. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മൾ കരുതിയിടത്തുനിന്ന് വരില്ല, ചിന്തിക്കാത്തിടത്തു നിന്ന് വരും. പ്രതീക്ഷിച്ച വ്യക്തികളിൽ കൂടെ നന്മ വന്നില്ല, പ്രതീക്ഷിക്കാത്തിടത്തൂടെ നന്മ വരും നിശ്ചയം. അതുകൊണ്ട് മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. അബ്രഹാം അവരെ ശുശ്രൂഷിച്ച് നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിൻ്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചു. കൂടാരത്തിലുണ്ട് എന്നവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും. ഓ, നിങ്ങൾക്കതിൻ്റെ ആ മാനസികാവസ്ഥ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് മക്കളിൽ നിന്ന് നിങ്ങളോട് ആരാടോ പറഞ്ഞത് എന്ന് വേണ്ട ചോദിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആണ്ടിൽ ഈ സമയത്ത് 1 വർഷം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും. ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. എത്ര വൈകിയാലും ദൈവത്തിനത് നിവർത്തിക്കാൻ കഴിയും. സമയം വൈകിയെന്നോർത്ത് ദൈവം പറഞ്ഞതൊന്നും മറക്കത്തില്ല. അവൻ വൈകിയാലും അവൻ മറക്കുന്നവൻ അല്ല. അവൻ വൈകിയാലും അവൻ മറക്കുന്നവനല്ല. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ദീർഘവർഷങ്ങളായി ഈ കുടുംബം പ്രാർത്ഥിച്ച കാത്തിരുന്ന കാര്യത്തിന് മറുപടി കിട്ടി. ഇനിയിപ്പോൾ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇനി എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്ന് പാട്ടുപാടി സാക്ഷി പറയേണ്ട സമയം വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഉൽപ്പത്തി 18:22 പ്രസക്തി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. എന്തിനു വേണ്ടി നിന്നു? ആർക്ക് വേണ്ടി നിന്നു? എത്ര സമയം നിന്നു? തൊട്ടടുത്ത ദേശം ദൈവം തമ്പുരാൻ ബോംബ് ഇടാൻ പോവുക, നശിപ്പിക്കാൻ പോവുക. അതറിഞ്ഞപ്പോൾ
ഉള്ള വേദന കൊണ്ടാണ് നിന്നത്. ആ നാശത്തിൽ നിന്ന് ദൈവത്തെ ഒന്ന് പിന്തിരിപ്പിക്കാമോ എന്ന് ഒരു വിഫല ശ്രമം നടത്തി നോക്കാം. അതിനാ നിന്നത്. അങ്ങനെ പറഞ്ഞാൽ ദൈവം ചെയ്യുമെന്ന് നമുക്കിന്നറിയാം. പക്ഷെ പുള്ളിക്ക് അന്ന് അറിയുമോ എന്ന് എനിക്ക് സംശയം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ മനുഷ്യൻ പറഞ്ഞാൽ മാറ്റുമോ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന കാര്യത്തിൽ ഇന്ന് നമുക്ക് ഡൗട്ടില്ല. എന്നാൽ അന്ന് അബ്രഹാമിന് ഈ കാര്യത്തിൽ ആരാ ഒരു സഹായം? ഞാൻ തിരിച്ചും ഇന്നത്തെ ഭാഷ ചോദിക്കുക, അബ്രഹാം പ്രയർ കോൺഫറൻസ് വല്ലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ വല്ലതും കെട്ടി തൂക്കിയിട്ടുണ്ടോ? ഇല്ല. ദൈവം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നീ ഇരുന്ന് കരഞ്ഞിട്ട് എന്നാ പ്രയോജനം? അബ്രഹാമിന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല. സ്കൂൾ ഓഫ് പ്രയറിൽ ഇരുന്നിട്ടില്ല. തേജോമയനായ ദൈവം, ഇതാണ് അവന്റെ ദർശനം. സർവശക്തനായ ദൈവം, തീരുമാനങ്ങളിൽ മാറ്റമില്ലാത്തവനായ ദൈവം. ഈ ദൈവത്തോട് ആർഗ്യുമെന്റ് നടത്താൻ, ഈ ദൈവത്തോട് കുറെ നേരം വർത്താനം പറയാൻ ഈ പുഴുവായ മനുഷ്യൻ തീരുമാനിച്ചെങ്കിൽ ആരാണ് അവനെ അത് പഠിപ്പിച്ചത്? ഞാൻ പറയാം, ദൈവം തന്നെ അവനെ പഠിപ്പിച്ചത്. സ്വതന്ത്രം. എങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് എന്തു പഠിക്കണം? ഹല്ലേലൂയ. നമ്മൾ പഠിക്കേണ്ട 5 കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 5 കാര്യം. ഇത് കോൺഫറൻസാണ്. പോകുമ്പോൾ എന്തേലും നിങ്ങളുടെ കടലാസെ കാണണം. അവധി എടുത്ത് ഫുൾ ടൈം അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ്. 5 കാര്യം. നമ്പർ 1, മനുഷ്യൻ്റെ മുമ്പിൽ ഹൃദയം തുറക്കുന്ന ഒരു ദേ ഈ അധ്യായത്തിൽ കാണാം. എഴുതിക്കോ. എന്താ എഴുതിയത്? ഉറക്കെ പറഞ്ഞാട്ടെ. മനുഷ്യന്റെ മുമ്പിൽ ഹൃദയം തുറക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാം. എഴുതിയോ? എങ്കിൽ ആ പറഞ്ഞ കാര്യത്തിനൊരു വാക്യം വേണ്ടേ? വാക്യം 17 ഒന്നുറക്കെ വായിക്കാമോ ആരെങ്കിലും? രഹസ്യം സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബലഹീന ഹൃദയത്തിൻ്റെ ഉടമയാണ് ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ കാണുന്നത്. സ്തോത്രം. എന്നോടൊരു കാര്യം ആരോടും പറയരുത് എന്നൊരാൾ പറഞ്ഞാൽ പറയത്തില്ല. ഞാൻ ആരോടും പറയത്തില്ല. എന്നാൽ അങ്ങനെ പറയരുത് എന്ന് പറയാത്ത ഒരു കാര്യം കണ്ടാൽ കേട്ടാൽ എനിക്കിത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞില്ല പിന്നെ വലിയ വിഷമമാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ബലഹീനതയുടെ ഭാഗങ്ങളാണ്. ദൈവം തമ്പുരാൻ അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ള ആളാണോ? ഒരു കാര്യം പറയാതിരിക്കാൻ മേല. നോക്കൂ 17-ാം വാക്യം. 16 മുതൽ ഞാൻ വായിക്കുക. പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോടുകൂടെ. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? കുറേ നേരമായിട്ട് ഒരു കാര്യം മറച്ചു വെച്ചിരിക്കുക. 18-1 മുതൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, ചായ കുടിച്ചു, അവർക്ക് കുഞ്ഞുണ്ടാകുന്ന കാര്യം പ്രവചിച്ചു. സംഭവങ്ങളൊക്കെ ഒരുപാട് സന്തോഷമായിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ ഇവരുടെ മനസ്സിൽ സന്തോഷമല്ല. ഇവർ ന്യായവിധിയുടെ ദൂതുമായിട്ട് വന്നവരാ. ഇവർ അബ്രഹാമിനെ വീട് വിസിറ്റ് ചെയ്യാൻ വന്നതൊന്നുമല്ല. അവർ സോദോം വിസിറ്റ് ചെയ്യാൻ വന്നതാ. തീയിടാൻ വന്നതാ, തീയിടാൻ. അപ്പം ഈ ഒരു സംഭവം ഈ അബ്രഹാമിനോട് പറയാതെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് എന്തോ ഒരു ഭയങ്കര വിഷമം. ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങൾക്ക് കാണാമോ? ഞാൻ
ഇവൻ്റെ തൊട്ടടുത്ത ദേശത്ത് ബോംബിടുമ്പോൾ ഇവനോട് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇവൻ്റെ മുഖത്തെങ്ങനെ നോക്കും? സ്തോത്രം. നിന്റെ അയൽവക്കത്തെ വിഷയം അറിഞ്ഞിട്ടാണ്. നോക്കൂ എന്താ ദൈവം പറയുന്നത്. വാക്യം 20. സോദോമിൻ്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. അപ്പം കംപ്ലൈൻറ്റ് സ്വർഗത്തിൽ ചെന്നു. ഇതിൽ നിന്നൊക്കെ സത്യങ്ങൾ പലതും പഠിക്കാനുണ്ട്. എവിടെ പാപം പെരുകിയാലും അതിൻ്റെ റിപ്പോർട്ട് സ്വർഗത്തിൽ എത്തും. നടപടി വരുന്നില്ല എന്നോർത്ത് ദൈവം പൊട്ടനാണെന്ന് ആരും ധരിക്കരുത്. ദൈവം പ്രായമായി റിട്ടയറായി എന്ന് ധരിക്കരുത്. പാപത്തോട് കോംപ്രമൈസ് ഇല്ലാത്തവനാണ് ദൈവം. എവിടെ പാപം പെരുകിയാലും സ്വർഗത്തിൽ അതിൻ്റെ കംപ്ലൈൻ്റ് എത്തും, നിലവിളി എത്തും. ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചതു മുതൽ ഇന്ന് വരെയുള്ള സകല അനീതിയുടെയും നിലവിളി സ്വർഗത്തിലെത്തുന്നുണ്ട്. നീതിമാനായ ഒരു ദൈവം, പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. സത്യം. സോദോമിന്റെ പാപം കഠിനമാണ്. വേദപുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം എന്താണ് സോദോമിന്റെ പാപം. ഇല്ലെങ്കിൽ ഇന്ന് വായിക്കണം വീട്ടിൽ പോയിട്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ, ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചിട്ട് നിർത്തിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ വായിക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ വായിച്ചാൽ സോദോമിന്റെ പാപം എന്താണെന്ന് മനസ്സിലാവും. സോദോമിന്റെ പാപം വഴിവിട്ട ലൈംഗികതയാണ്. ഈ തലമുറയുടെ പ്രശ്നം എന്തുവാ? ഇത് തന്നെയാ. അത് എല്ലായിടത്തേക്കും ബാധിച്ചിരിക്കുക. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സകലവും. വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന തലമുറ എത്തിക്കഴിഞ്ഞു. ഒരു വിദേശ രാജ്യത്തെ കാര്യം 2-3 പേരിരുന്ന് വർത്താനം പറയാ. രാജ്യത്തിന്റെ പേര് പൊതുവെ പറയുന്നില്ല, കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ അവിടെ വിവാഹമോചനം വളരെ കുറവാണ് കേട്ടോ എന്ന് ഒരാളോട് പറയുക. ഉടനെ മറ്റേ ആൾ അത്ഭുതപ്പെട്ടു, കുറവാണോ? അതെ. അതെന്താ അതിൻ്റെ കാരണം? ആരും കഴിക്കുന്നില്ല വിവാഹം. ഒരു രാജ്യത്തെക്കുറിച്ച് സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാ, അവിടെ വിവാഹമോചനം കൂടുതലാ ഇപ്പം കുറവാന്ന്. എന്നുവെച്ചാൽ ഇപ്പം ആരും കല്യാണം കഴിക്കുന്നില്ല. പിന്നെന്താ? അവരോട് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാവുന്നേ. മൃഗങ്ങൾ എങ്ങനെയോ അങ്ങനെ മനുഷ്യനായിത്തീരുന്നതാണ് സോദോമ്യ പാപം. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയും, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോട്ടലും, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങളും, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാം ഇവിടെ വർദ്ധിച്ചു വന്നപ്പോൾ ദൈവം തമ്പുരാൻ റിട്ടയർ ആയെന്നാണോ ധരിച്ചത്? അല്ല. ദൈവം കരുണയുള്ളവനായതുകൊണ്ടും ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടും ഇത് കൃപായുഗമായതുകൊണ്ടും ദൈവം അല്പം കൂടെ നീട്ടിവെച്ചിരിക്കുകയാണ്. പാപം പെരുകിയാൽ ന്യായവിധി ഉറപ്പ്. പാപം പെരുകിയാൽ ന്യായവിധി ഉറപ്പ്. അതേത് രാജ്യത്താണെങ്കിലും ന്യായവിധി ഉറപ്പ്. ഏത് ധനവാനാണ് അതിന്റെ പുറകിലെങ്കിലും ന്യായവിധി ഉറപ്പ്. വിശ്വാസത്തിൽ വന്ന ശേഷം രഹസ്യ പാപങ്ങൾ തുടരുന്നു എങ്കിൽ കുറിച്ചിട്ടോ ദൈവം എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പരസ്യകോലമാകും. അത്രയേ ഉള്ളൂ കാര്യം. എനിക്ക് നിങ്ങളെ കളിപ്പിക്കാം, നിങ്ങൾക്ക് എന്നെ പറ്റിക്കാം. ഒരു ദിവസം ആർക്കും സഹായിക്കാൻ മേലാത്ത നിലയിൽ നശിച്ച് തകർന്നു പോകുന്നത് നമുക്ക് കാണാം. പാപം എന്നൊന്നില്ല എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പീരുകാരും ഇപ്പോൾ അമേരിക്കയിൽ എഴുന്നേറ്റിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ചെറുപ്പക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടീച്ചിങ്, നമ്മുടെ കഴിഞ്ഞകാല പാപവും നമ്മുടെ ഇപ്പോഴത്തെ പാപവും നമ്മുടെ വരുവാനുള്ള പാപവും യേശു ക്രൂശിൽ വഹിച്ചു. അത് പറഞ്ഞു വരുമ്പോൾ അപകടമില്ലെന്ന് തോന്നും.
എന്നാൽ അതിന്റെ വ്യാഖ്യാനം എങ്ങോട്ടാ പോണെന്നറിയോ? നീ കർത്താവിൽ വിശ്വസിച്ചാൽ പിന്നെ നിനക്ക് എന്തു ആകാം എന്നാണ് അതിൻ്റെ പഠിപ്പിക്കൽ. അത് ചെറുപ്പക്കാർക്ക് വളരെ ഇഷ്ടമുള്ളതാ. ബൈബിൾ എടുത്ത് തുറന്നു വെച്ചിട്ട് ബൈബിൾ പ്രസംഗിക്കുന്നു എന്ന പേരിൽ പോസിറ്റീവ് തിങ്കിങ് പ്രസംഗിക്കുന്ന ഒരു തലമുറ. ഭയങ്കര ജനക്കൂട്ടമാണ് ആ യോഗത്തിന്. ഞാൻ ആ പുസ്തകങ്ങളെല്ലാം വാങ്ങി നോക്കി. നീ വിജയിക്കും ഹെഡിങ്ങ. അതിന് ബൈബിളിൽ എന്തോ ഒരു വാക്യമുണ്ട്, അത് തന്നെ അടുക്കി വെച്ചിരിക്കുക. നീ വിജയിക്കും, നീ ഉയരും. ഒരു മനുഷ്യനെ കറക്റ്റ് ചെയ്യാനുള്ള ദൂത് പറയാനാ ദൈവം പ്രവാചകന്മാരെ വെച്ചിരിക്കുന്നത്. പ്രോത്സാഹിപ്പിക്കാൻ വേറെ ആൾക്കാരുണ്ട് ഇവിടെ. തിരുത്തേണ്ട ദൂതുകൾ, ചെത്തി വെടിപ്പാക്കേണ്ട ദൂതുകൾ പറയുവാനാണ് ദൈവം പ്രവാചകന്മാരെ വെച്ചിരിക്കുന്നത്. പാപത്തിനെതിരെ ന്യായവിധിയുടെ വാളുമായി നിൽക്കുന്ന ഒരു ദൈവത്തെ ഈ ബൈബിൾ ശക്തമായി ഉയർത്തി കാണിക്കുന്നു. അവിടെ വിട്ടുവീഴ്ചയില്ല. പാപം പെരുകുമ്പോൾ ന്യായവിധിയുടെ ദൈവം എഴുന്നേൽക്കുന്നു. സോദമിലെ പാപം, വഴിവിട്ട ലൈംഗികത, ദൈവം പറഞ്ഞു ഇനി വിട്ടുവീഴ്ചയില്ല, ഇവരെ ന്യായം വിധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നപ്പോൾ പാവപ്പെട്ട അബ്രഹാമിനോടൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞു. ഒന്നാമത്തെ പാഠം ഈ വേദഭാഗത്തു നിന്ന് നാം പഠിക്കുന്ന ലെസൺ നമ്പർ 1, മനുഷ്യന്റെ മുമ്പിൽ ഹൃദയം തുറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയഭാരം കേൾക്കാനും ഏറ്റെടുക്കാനും നിങ്ങൾ ഒരുക്കമാണോ? ദൈവത്തിൻ്റെ ഹൃദയഭാരം കേൾക്കാനും ഏറ്റെടുക്കാനും നിങ്ങൾ ഒരുക്കമാണോ? ദൈവത്തിൻ്റെ ഹൃദയം ആരുടെയെങ്കിലും മേൽ പകർന്നെങ്കിൽ അവരാണ് മധ്യസ്ഥത ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. മധ്യസ്ഥ പ്രാർത്ഥന എന്നതിൻ്റെ ശരിയായ അർത്ഥം ദൈവത്തിൻ്റെ ഹൃദയഭാരം ഏറ്റെടുക്കുക എന്നാണ്. മധ്യസ്ഥ പ്രാർത്ഥന എന്നതിൻ്റെ ശരിയായ അർത്ഥം ദൈവത്തിൻ്റെ ഹൃദയഭാരം ഏറ്റെടുക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ വേദന, ദൈവത്തിൻ്റെ നൊമ്പരം, ദൈവത്തിൻ്റെ ഭാരം ആരെങ്കിലും ഏറ്റെടുക്കുന്നു എങ്കിൽ അവർക്ക് മാത്രമേ മധ്യസ്ഥത ചെയ്യാൻ പറ്റുകയുള്ളൂ. ചില സമയത്ത് ദൈവം അത് നമ്മിലേക്ക് അങ്ങ് ഒഴിക്കും. അപ്പം നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാതെ പ്രാർത്ഥിക്കാനുള്ള പെയിനുണ്ടാവും. ആ ഒരു ലെവലിലേക്ക് ദൈവം പലരെയും പല രാജ്യങ്ങളെയും ഉണർത്തിക്കൊണ്ടിരിക്കുക. ഇവിടെയും അതിനുള്ള ഒരു വഴി ദൈവം തുറന്നിരിക്കുന്നതാണ് ഈ സംരംഭം. എല്ലാവരെയും ആയിരിക്കത്തില്ല, ഇതിനകത്തുനിന്നൊരു ഗ്രൂപ്പിലേക്ക് ദൈവം അത് ഒഴിക്കും. ദൈവത്തിൻ്റെ ഹൃദയഭാരം ആരുടെയെങ്കിലും തലേ വീണെങ്കിൽ അവൻ്റെ ഉറക്കം പോവും. അവൻ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പിറുപിറുത്തോണ്ട് നടക്കും, പിറുപിറുത്തോണ്ട് നടക്കും. അവനെപ്പോഴും ഇങ്ങനെ ചുണ്ടനക്കിക്കൊണ്ട് നടക്കും. എന്താ സംഭവം ആർക്കും അറിയാൻ മേല. അവൻ പോരാടുകയാണ്. എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. അവനെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയിൽ പോരാടുക. ഒരുക്കമാണോ എങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് പറ, കർത്താവേ, നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, നിൻ്റെ ഹൃദയം എന്നിൽ പകരണമേ. ദൈവത്തിന് തൻ്റെ ഹൃദയം പകരാൻ ആഗ്രഹമുണ്ട്. ഈ യോഗത്തിലിരിക്കുന്ന എത്ര പേർ പറയും, കർത്താവേ, ഞാൻ അതിനൊരുക്കമാണ്? സ്തോത്രം. ദൈവത്തിന്, ഞാൻ പറഞ്ഞ ആ ദൂത് മനസ്സിലായോ? ദൈവത്തിന് ഹൃദയത്തിൽ നൊമ്പരമുണ്ട്. അത് ഷെയർ ചെയ്യാൻ ഒരാളെ കിട്ടിയാൽ ദൈവം അതങ്ങ് ഒഴിക്കും. തെളിവ് വേണോ? 1 ശമൂവേൽ 3-ാം അധ്യായം 1 ശമൂവേൽ 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ശമൂവേൽ ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി കിടന്നു.
അന്ന് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന ആ മന്ദിരത്തിൽ വിളക്ക് കിടുന്നതിന് മുമ്പ് കിടന്നു. 4-ാം വാക്യം ഒന്ന് നോക്കിയേ. യഹോവ ശമൂവേലിനെ വിളിച്ചു. മനസ്സിലാകുന്നുണ്ടോ? വളരെ വർഷമായിട്ട് അവിടെ തന്നെ കിടക്കുന്ന ഒരു സീനിയർ പാസ്റ്റർ അവിടെ ഉണ്ട്. അങ്ങേരെ വിളിച്ചില്ല. ഈ കൊച്ചൻ വന്ന അന്ന് തന്നെ ഇവനെ വിളിച്ചു. ദൈവത്തിന് എന്തോ പറയാനുണ്ട്, പക്ഷെ കേൾക്കാൻ മനസ്സുള്ളവൻ വന്നിട്ടേ പറയുള്ളൂ. സമർപ്പിക്കപ്പെട്ട ഹൃദയമുള്ളവൻ, ദൈവത്തിൻ്റെ ഹൃദയഭാരം ഏറ്റെടുക്കാൻ മനസ്സുള്ള ഒരുത്തൻ വരാത്തത് കൊണ്ട് ദൈവം പറയാതിരിക്കുക. ഏലിയോട് പറയുന്നില്ല. ശമൂവേൽ വന്ന് അന്ന് വിളിച്ചിട്ടോ നിങ്ങൾ നോക്കണം. വാക്യം 12 മുതൽ 11 മുതൽ ദൈവം ഈ കൊച്ചനോട് സംസാരിക്കുക. ഭയങ്കര കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ പറയുക. ഒരു കൊച്ചിനോടായി പറയുന്നത്, ചെറുപ്പക്കാരനോടായി പറയുന്നത്, ഒരു ടീനേജറോടായി പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ഇത്രയും വേദനയുണ്ടോ? ഉണ്ട്. എന്നിട്ട് എന്താ ഇതുവരെ ആരോടും പറയാത്തേ? എല്ലാവരോടും എല്ലാം പറയാൻ ഒക്കുകയില്ല. എല്ലാവരോടും എല്ലാവരും പറയത്തില്ല. എന്നാൽ പറയാൻ പറ്റിയ ഒരാളെ കിട്ടിയാൽ എല്ലാം പറയും. ദൈവത്തിന് ഒരുപാട് പറയാനുണ്ട്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാൻ പോവുക. ദൈവത്തിന് ചിലത് പറയണമെന്നുണ്ട്, പക്ഷേ പറ്റിയ ആളില്ല. ഒരുപാട് സീനിയേഴ്സ് ഉണ്ട്, പക്ഷെ ദൈവത്തിന് പറ്റിയ ആളില്ല. എല്ലാ കാലഘട്ടത്തിലും ഈ ദുരന്തമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഈ അവസ്ഥ സഭയ്ക്കുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയം തുറക്കാൻ ആഗ്രഹമുണ്ട്, കേൾക്കാൻ ആളില്ല. അവർ പിന്നെ എന്താ കേൾക്കുന്നില്ലാത്ത? എന്താ? അവർ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് പറയുന്നത് കേൾക്കാൻ അവർക്ക് സമയമില്ല. അവർ ദൈവത്തിന് വേണ്ടി പറയുന്നു, അവർ ദൈവത്തോട് പറയുന്നു, പക്ഷെ ദൈവം പറയുന്നത് കേൾക്കുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാൻ അവർക്ക് സമയമില്ല. അവരുടെ ചെവി അടഞ്ഞിരിക്കുന്നു, അവരുടെ വാ തുറന്നിരിക്കുന്നു. സ്തോത്രം. യെശയ്യാപ്രവചനം എടുത്തിരിക്കുന്നത് രാവിലെ തോറും എൻ്റെ ചെവിയെ ഉണർത്തുന്നു. അതെ, ദൈവം നമ്മുടെ ചെവിയെ തുളയ്ക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മുടെ ചെവിയെ ഉണർത്തുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിന് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയുക. ദൈവത്തിൻ്റെ ഹൃദയഭാരം അറിയുവാൻ ചിലരെ ദൈവം വിളിക്കുന്നു. എല്ലാ ദിവസവും ഒന്നും പ്രയർ കോൺഫറൻസ് നടത്താൻ ഒക്കെയില്ല, നല്ല ചിലവുള്ള കാര്യമാണ്. എല്ലാ ദിവസവും ഇതിനു വേണ്ടി ഗസ്റ്റിനെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവം ഇനി മുതൽ മെസ്സേജ് തരും. നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിങ്ങളുടെ കിടക്കയിൽ ദൈവം നിങ്ങൾക്ക് മെസ്സേജ് തരും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഉണരുക, കുടുംബങ്ങൾക്കായി ഇടിവിൽ നിൽക്കുക എന്നുള്ള സിഗ്നൽ നിന്റെ അകത്ത് വന്ന് വീഴും. കയ്യിലിരിക്കുന്ന ടെലിഫോണിനകത്ത് ഐ ലവ് യു എന്ന് എഴുതി വരുന്നില്ലേ? ഏത് ഉഗാണ്ടായിന്ന് വരും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് SMS വരും. എഴുതേക്ക്, പ്രാർത്ഥിക്കുക. മതി, ഉറങ്ങിയത് മതി, എഴുതേക്ക്, ഇന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ദേശവും പറയത്തില്ല, അഡ്രസ്സും പറയത്തില്ല, ഒരു ഭാരം വന്ന് അകത്തോട്ട് വീഴും. നീ നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അധികം പേർക്കൊന്നും ഈ പ്രശ്നമൊന്നുമില്ല, വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ഈ പ്രശ്നമൊക്കെ. 3/4 പേര് വല്ലവരുടെയും പരദൂഷണമൊക്കെ പറഞ്ഞ് കിടന്ന് ഉറങ്ങുക. എന്നാൽ ചിലർക്ക് ഉറക്കം വരുന്നില്ല. ചിലരെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുന്നു. ഇന്ന് രാവിലെ അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ദൈവത്തിൻ്റെ ഹൃദയഭാരം അറിയുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. സ്തോത്രം. നിങ്ങളൊന്ന് നോക്കി. 1 ശമൂവേൽ 1 ശമൂവേൽ 3:5 ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കിടുന്നതിന് മുമ്പ് ചെന്ന് കിടന്നു.
ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്നവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, പോയി കിടന്നു കൊള്ളുക. അവൻ പോയി കിടന്നു. പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മോനെ, പോയി കിടന്നു. എനിക്ക് ഈ മനുഷ്യനോട് ഭയങ്കര ബഹുമാനമായി ഇത് വായിച്ച് പഠിച്ച്. പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇങ്ങനെ, ശമൂവേലിനോട് ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ ഉച്ചരിച്ച് പ്രായമായി തുടങ്ങിയപ്പോഴാന്ന് തോന്നുന്നു ഈ ഏലിയോട് ഭയങ്കര സ്നേഹമാണ്. ഒരുപാട് പ്രായമായെന്നല്ല ഞാൻ പറഞ്ഞു. കൊച്ചായിരുന്ന സമയത്ത് ഞാൻ ശമൂവേലിൻ്റെ സൈഡായിരുന്നു. ഇപ്പം ഞാൻ ഏലിയുടെ സൈഡാണ്. എന്നാണെന്നറിയോ, ഈ രാത്രിയിൽ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു കണ്ണിലോട്ട് ഉറക്കം കയറി കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഇതുപോലെ ദേഷ്യം. കാരണം അന്നത്തെ ഉറക്കം പോയി. ഈ ചെറുക്കനെ എത്ര പ്രാവശ്യം ആ വല്യപ്പനെ ശല്യം ചെയ്ത്, അവനെ മുടക്കാൻ മേലെ. ഇങ്ങനത്തവനെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുവന്ന് ആരാടാ പുറത്താക്കടാന്ന് പറയാൻ മേലെ. പിന്നെ ഇന്നത്തെ ബൈബിൾ സ്കൂളിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇപ്പം ഇല്ലല്ലോ, ദൈവം സംസാരിക്കുന്നില്ലല്ലോ. പിണങ്ങരുത്, ആരും പിണങ്ങരുത്. ഈ അപ്പച്ചനാൾ ഭയങ്കര മിടുക്കനാന്നാ ഞാൻ പറയുന്നത്. അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ പോലെ നീ പോയി കിടന്നു, ഞാൻ വിളിച്ചില്ല. 3-ാം പ്രാവശ്യം വന്നപ്പോൾ അപ്പച്ചന് ക്ലിക്ക് ചെയ്തു, എടാ ഇത് കളിക്കുന്ന കളിയല്ല, ഇത് ദൈവമാണ്. അതെങ്ങനെ പുള്ളി അറിഞ്ഞു? പരിചയമുള്ളവരൊന്ന് പറയാമോ? പുള്ളി ആയ കാലത്ത് ദൈവശബ്ദം കേട്ടിട്ടുള്ളതാ. ഇപ്പം കുറേ ആയിട്ട് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. അതായിരിക്കും അപ്പച്ചനോട് ഇഷ്ടം വന്നത്. സ്തോത്രം. ഈ പുള്ളിക്ക് വേണമെങ്കിൽ ഇത് നശിപ്പിക്കാം. ചിരിക്കരുത്, ചിന്തിക്കാനാ. എടാ മോനെ, ഇവിടെ ഇങ്ങനെയൊരു ചെറിയ പ്രശ്നമുണ്ട്. രാത്രി 12 ആകുമ്പോൾ ഇങ്ങനെയൊരു ബഹളമുണ്ട് ഇവിടെ. ചെറുപ്പക്കാരാരിവിടെ അങ്ങനെ നിന്ന് പിഴയ്ക്കാറില്ല എന്ന് പറഞ്ഞാൽ ഇവൻ സ്റ്റാൻഡ് വിട്ടോളും. നമ്മുടെ ശുശ്രൂഷ തുടരുകയും ചെയ്യാം. നമ്മുടെ ഇറച്ചി കുത്തുന്ന പരിപാടി നമുക്ക് പിള്ളേരെ കൂട്ടി തുടരുകയും ചെയ്യാം. ക്ലിയർ അല്ലേ ദൈവം സംസാരിക്കുന്നത്? ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലേ? എത്ര മാന്യനാശ ഏലി, എത്ര മാന്യനാ. എൻ്റെ പൊന്നുമോനെ, ഞാനും ദൈവശബ്ദം കേൾക്കുന്നില്ല, എൻ്റെ സന്തതിയും കേൾക്കുന്നില്ല, നീയെങ്കിലും കേട്ടല്ലോടാ. അതുകൊണ്ട് നീ പറ, യഹോവേ അരുളി ചെയ്യണമേ അടിയ. അപ്പം ഇതിനകത്തൊക്കെ ഒരു നല്ല കാര്യങ്ങൾ പഠിക്കാം. അങ്ങേര് ഇച്ചിരി പുറകോട്ട് പോയെങ്കിലും ദൈവം അങ്ങേരെ കൊണ്ട് യവനെ വാഴിക്കണമെന്നും കൂടെ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവം എപ്പോഴും അധികാരങ്ങൾ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിനൊരു ഒരു ചെറിയ പരിഗണന കൊടുക്കുമെന്ന് എൻ്റെ വിശ്വാസം. സ്വോത്രം. അപ്പം അവനെ കൊണ്ട് പറയിപ്പിക്കുക, അല്ലാതെ ദൈവത്തിന് ഇവനോട് പറയാൻ മേലേ. അപ്പോൾ ഏലി പറഞ്ഞു കൊടുത്തു, മോനെ ഇനി നിന്നെ വിളിക്കുമെന്ന് നീ പറയണം, യഹോവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം. അവനങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് ദൈവശബ്ദം കേൾക്കാൻ ചെറുപ്പക്കാരെ പഠിപ്പിക്കുന്ന ഒരു അപ്പച്ചനെ ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? ദൈവശബ്ദം കേൾക്കേണ്ടത് എങ്ങനെ, റിസീവ് ചെയ്യേണ്ടത് എങ്ങനെ, പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന് ചെറുപ്പക്കാരെ പഠിപ്പിക്കുന്ന ഒരു അപ്പച്ചനെ ഈ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് ചെയ്യണം ഞാനും നിങ്ങളും. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവശബ്ദം കേൾക്കണം. സ്തോത്രം. അപ്പോൾ യഹോവ വന്ന ശമൂവേലിൻ്റെ മുമ്പിൽ നിന്നു. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്ത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും. വാക്യം 11. ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ചോദിക്കട്ടെ, എത്ര സീരിയസ് ആയ കാര്യമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിന്നത്? ഇതൊന്നും പറയാൻ സമർപ്പണമുള്ള ഒരു യൗവനക്കാരനെ കിട്ടാൻ ദൈവം കാത്തിരിക്കുകയായിരുന്നു. എന്താ നമ്മളിപ്പോൾ ഇത്ര നേരം ചിന്തിച്ചത്? ഒറ്റ കാര്യം,
ദൈവത്തിൻ്റെ ഹൃദയം മനുഷ്യനോട് പകരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇത്രയും മനസ്സിലായ ഒരു കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എങ്കിൽ ഇപ്പം നമുക്ക് ഒരു ചെറിയ ലഞ്ചോ പ്രോഗ്രാം ഉണ്ട്, അതിന് പിരിയാൻ പോവുക. ബാക്കി നമുക്ക് പിന്നെ സമയം അനുസരിച്ച് ചിന്തിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ ഹൃദയം മനുഷ്യനോട് പകരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരോടും പകരുകയില്ല, എല്ലായിടത്തും പകരുകയില്ല. സമർപ്പണമുള്ള, തുറന്ന ചെവിയുള്ള, അനുസരിക്കാൻ മനസ്സുള്ള, പാരമ്പര്യങ്ങളിൽ അഡിക്റ്റാകാത്ത, ഫ്രഷായിട്ടുള്ള ഹൃദയവുമായി വരുന്നവനോട് ദൈവത്തിന് ചിലത് പറയുവാനുണ്ട്. കണ്ണുകളടച്ചാട്ട്. എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് ഒന്നുകൂടെ ഞാൻ ദൈവജനത്തോട് പറയുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയം ആരുടെയെങ്കിലും മേൽ പകരുന്നുണ്ടെങ്കിൽ അവന് മാത്രം ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. കർത്താവേ, അങ്ങേക്ക് പറയാനുള്ളത് കേൾക്കുവാൻ ഞാൻ ഇന്ന് എൻ്റെ ഹൃദയത്തെ പകരുന്നു, എൻ്റെ ഹൃദയത്തെ തുറക്കുന്നു. കണ്ണുകളടച്ചാട്ടെ. ദൈവത്തിൻ്റെ ഹൃദയഭാരം ഏറ്റെടുക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അവിടെ ഇരുന്ന് ശാന്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ ഹൃദയം, അങ്ങയുടെ ഹൃദയത്തിൻ്റെ വേദന, അങ്ങയുടെ നൊമ്പരം, അങ്ങയുടെ വാഞ്ച, അങ്ങയുടെ ആഗ്രഹങ്ങൾ പറയുന്നത് കേൾക്കുവാൻ ഞാൻ എന്നെ ഇന്ന് പകലിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇവിടെ വെച്ചല്ല അത്ഭുതം നടക്കുന്നത്. ഇവിടെ വെച്ചൊരു ഉണർവുണ്ടാകുന്നത് അത് കൺവെൻഷനാണ്. ഇത് ഇവിടുത്തെ ഒരു ഉണർവൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. വരുന്ന മാസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിലും ജോലി ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ ഇരിക്കുമ്പോൾ ഇടവിടാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മനുഷ്യരെ സൃഷ്ടിക്കുന്നതാണ് ഈ മീറ്റിംഗ്. അങ്ങനെ സമർപ്പിക്കുന്നവർ അവിടെ ഇരുന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആ ഒരു അനുഭവത്തിനായി ഞാൻ എന്നെ വിട്ടുതരുന്നു, ആ ഒരു അനുഭവത്തിനായി ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുതരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ കർത്താവേ, അവിടുത്തെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ അറിയുവാൻ, അവിടുത്തെ ഹൃദയത്തിൻ്റെ ഭാരം അറിയുവാൻ ഇന്ന് രാവിലെ ഞങ്ങളെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. അത് ഏറ്റെടുക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ഈ UAE കണ്ടിട്ടുള്ളതിനായി സ്തോത്രം. ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തിൽ നിന്നും ആളുകൾ വന്ന് ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണിത്. അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ ജനതയെയും വഹിച്ചുകൊണ്ട് പോരാടുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവം ഈ UAE കണ്ടിട്ടുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അത് ദൈവം കണ്ടതുകൊണ്ടാണ് ഈ മീറ്റിംഗ് വെച്ചതെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്തൂടെ പ്രാർത്ഥന വീരന്മാരെ, യുദ്ധത്തിന് കൊള്ളാവുന്ന ചിലരെ, ശക്തന്മാരെ ഇതിനകത്തുനിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിനങ്ങളിൽ തന്നെ ആ വലിയ ഉൾക്കാഴ്ച, വലിയ ബോധ്യം, ആ വലിയ കത്തൽ ഇന്ന് നിന്റെ ജനത്തിൻ്റെ മേൽ അയക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹനിധിയായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പകൽവേളയ്ക്കായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ ഭൃത്യന്മാരിലൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന നിൻ്റെ ശബ്ദങ്ങൾക്കായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഈ ദേശത്ത് നീ ഞങ്ങളെ കൊണ്ടുവന്നു. ഈ ദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് വിവിധ സ്ഥാനങ്ങളിൽ ഞങ്ങളെ ആക്കി വെച്ചു. നീയാണ് ഞങ്ങളെ എവിടെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവ് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവമേ പോരാടി പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് നിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ, നിൻ്റെ ശബ്ദത്തിൻ്റെ വേദന ഉൾക്കൊള്ളുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഭാഷക്കാർ, വിവിധ വംശക്കാർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായി, ദൈവത്തിൻ്റെ മനസ്സുള്ളവനായി, ആ മനസ്സിൻ്റെ ഭാരം പങ്കുവെക്കുന്നവനായി ഞങ്ങൾ തീരുവാൻ നീ ഞങ്ങളെ കൃപ ചെയ്ത് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഞങ്ങളിലുള്ള അതിൻ്റെ തടസ്സമായുള്ള എല്ലാ തടസ്സങ്ങളെയും എല്ലാ ഇടർച്ചകളെയും മാറ്റി
കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ ദൈവം ഇടവരുത്തണമേ. ഇന്ന് പകൽക്കാലം നീ ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. തുടർന്നുള്ള സെഷനിലും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ചയുമായി പോകുവാൻ നീ കൃപ ചെയ്ത് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കണമേ. ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ പിരിയുന്നു. തിരുകൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണം. മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. യേശുവേ ഒരു വാക്കു മതി എൻ്റെ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കു മതി എൻ്റെ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ
യേശുവേ എൻ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും തുടർന്ന് കർത്താൻദാസും ബ്രദർ ചിക്കു കുര്യാക്കോസും ഇപ്പോൾ ഈ നാളുകളിൽ ഈ ദേശത്ത് ഒരു കൂട്ടായ്മയുള്ള ബന്ധത്തിൽ കർത്താവിനെ സംഗീതത്തിലൂടെയും ആരാധനയിലൂടെയൊക്കെ പ്രവർത്തിച്ചു വരുന്ന ബ്രദർ സാം ഞങ്ങളുടെ എല്ലാം സുഹൃത്താണ്. ഈ രണ്ട് സഹോദരങ്ങളെ നമുക്ക് ഒരുമിച്ച് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. തുടർന്ന് നമ്മളെ ആരാധനയിലൂടെയും അനുഭവങ്ങളിലൂടെയും നമ്മളെ നയിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ള ചേർന്ന് ചിരിച്ചോണ്ടിരുന്ന നല്ല ഹല്ലേലൂയ പറഞ്ഞു, ശബ്ദം ഉയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞു. അവൻ അടുത്തിരിക്കുന്ന ആടെ തോളെ തട്ടിട്ട് പറ ഉറങ്ങല്ലേ ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകല് നമ്മൾ ആഘോഷിക്കാൻ പോവാ കർത്താവിന്. ഹല്ലേലൂയ. നമ്മളിവിടെ വന്ന ഒരു ശവോടക്കിനല്ല, നമ്മളിവിടെ വന്നത് ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കാൻ വേണ്ടി. അടുത്തിരിക്കുന്ന ആളോട് പറയാം, നമ്മൾ വന്നിരിക്കുന്ന ശവോടക്കിനല്ല ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കാൻ വന്നതാണ്. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ. അല്പം കൊണ്ട് ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഈ കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നത് എങ്ങനെയെന്നറിയാം? ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അമർത്തി കുലുക്കി എന്ന് പറഞ്ഞാൽ അമർത്തി കുലുക്കി. അപ്പം എങ്ങനെ അമർത്തി കുലുക്കുന്നറിയാം? അമർത്തി കുലുക്കി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. കർത്താവ് തന്നെ മക്കളെ അനുഗ്രഹിക്കുന്ന നമ്മൾ കാണിക്കാൻ പോവാ. അതിനനുസരിച്ചായിരിക്കും നിങ്ങളെ ദൈവം കുലുക്കുന്നത്. ആമേൻ, ഗ്ലോറി. ഓക്കെ, കാണിച്ച അമർത്തി കുലുക്കി. എല്ലാവരും ചെയ്യുന്നില്ല. ആമേൻ. ഒന്നുകൂടെ അമർത്തി കുലുക്കി. ഈ സൈഡിൽ അനുമാനം ചെയ്തില്ല. ഓക്കെ, 1 2 3 4. 105 കിലോ ഉള്ള ഞാൻ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കുലുങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ആമേൻ, 10 ആകുമ്പോൾ കുലുങ്ങാൻ പറ്റത്തില്ല. എന്നെപ്പോലൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ പാടാ കുലുങ്ങാൻ. ഓക്കെ, നമ്മൾ ഒരു പാട്ട് പാടാൻ പോവാം. ദാവീദെ പോലെന്ന് നൃത്തം ചെയ്യും. ഹല്ലേലൂയ, മഹത്വം. കൈത്താളത്താൽ എന്നും വർണ്ണിക്കും. ഹല്ലേലൂയ, മഹത്വം. ഓക്കെ, റെഡി, പാടാം. ഹല്ലേലൂയ. ഈ വർഷിപ്പിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ദൈവാത്മാവ് എനിക്ക് തന്നൊരു ചിന്തയാണ്. പലപ്പോഴും നമ്മൾ നുണയാണ് പാടുന്നത്. നമ്മൾ പാടുന്ന പകുതി കള്ളമായിരിക്കും. ഹലോ, നമ്മൾ പാടുന്ന പകുതി എന്തായിരിക്കും? കള്ളമായിരിക്കും. യേശു നിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഞാൻ കരയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയണം. എന്തോ നമ്മൾ പറയുന്നത് ചെയ്യണം. നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ല നൃത്തം ചെയ്യുന്നത്. ആമേൻ. നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യണം. ഞാൻ തുള്ളുമെന്ന് പറഞ്ഞാൽ തുള്ളണം. ഞാൻ ചാടുമെന്ന് പറഞ്ഞാൽ ചാടണം. അതുകൊണ്ട് നമ്മൾ തുള്ളുകയും ചെയ്യും, ചാടുകയും ചെയ്യും. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ജീസസ്. ആമേൻ. കർത്താവിനെ നമ്മൾ ആഘോഷിക്കാൻ പോവാം. ഓക്കെ, ആർ യു റെഡി? ഇല്ല, കേട്ടില്ല. ആർ യു റെഡി? അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് യൂത്ത് ക്യാമ്പിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആമേൻ, ഗ്ലോറി. അപ്പം 35 വയസ്സിന് താഴോട്ടുള്ളവരെല്ലാം യങ്സ്റ്റേഴ്സ്. അവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. ഓക്കെ, നന്നായിട്ട് ഉയർത്തി. 35 മേളിലോട്ടുള്ളവരെല്ലാം യൂത്ത്. അവരെല്ലാം ഓക്കെ.
അതുകൊണ്ട് ഇവിടെ പ്രായഭേദമില്ല. നമ്മൾ ചേർന്ന് കർത്താവിനെ ഡാൻസ് ചെയ്ത് ആരാധിക്കാൻ പോവാം. ആർ റെഡി? ആമേൻ.